വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു മട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെയിൽവേ മട്ടൺ കറി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിനെങ്ങനെയാണ് ഈ പേര് വന്നതെന്നുള്ളത് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്കൊന്ന് നോക്കാം. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് ഓയിൽ അതാണ് ഇവിടെ ഒഴിക്കുന്നത്. മസ്റ്റേർഡ് ഓയിൽ വെച്ചിട്ടാണ് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി അതിലേക്ക് ഞാൻ 2 ബേ ലീവ്സ്, ഒരു 5 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ കുമിൻ സീഡ്സ് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, ഒരു 3 കാർഡമം, ഒരു 4 ക്ലോവ്സ് ഇത്രയും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ഞാൻ അരിഞ്ഞു വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1.5 കപ്പ് സവാള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഈ കറിക്ക് എന്തുകൊണ്ടാണ് റെയിൽവേ മട്ടൺ കറി എന്ന് പറയുന്നത് എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലുള്ള യാത്രക്കാർ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ, അവർക്ക് നൽകി വന്നിരുന്ന ഒരു ഡിഷാണിത്. ഇതൊരു ബംഗാളി പ്രിപ്പറേഷനാണ് ആക്ച്വലി, എന്നാൽ എരിവ് കൂടുതലുള്ള ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് അന്നത്തെ റെയിൽവേയിലുള്ള ഷെഫ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എരിവ് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് രുചികരമായ രീതിയിൽ പ്രിപ്പയർ ചെയ്തതാണ് ഇന്ന് കാണുന്ന റെയിൽവേ മട്ടൺ കറി. ഇനി നമുക്ക് ഫ്ലെയിം വളരെ ലോയിൽ വെച്ചിട്ട് ഇതിലേക്കുള്ള മസാലയൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയുമാണ് വേണ്ടത്. ആദ്യം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്യും. ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട്, ഇതുപോലെ ചെറുതായിട്ട് നുറുക്കാൻ പാടില്ല, ഇങ്ങനെ വലിയ പീസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു വലിയ ടൊമാറ്റോ, അത് കുഞ്ഞായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കറിക്ക് പുളിപ്പിന് വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോയ്ക്ക് പകരമായിട്ട് പുളി പിഴിഞ്ഞും ആഡ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ടൊമാറ്റോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു അടച്ച് ഇതൊന്ന് വേകാനായിട്ട് വയ്ക്കാം. പൊട്ടറ്റോയൊക്കെ നല്ല വെന്ത് കിട്ടണമല്ലോ, അതിനുവേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം. ഏതാണ്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് കറി എങ്ങനെയായി നോക്കാം. പൊട്ടറ്റോയൊക്കെ പാകത്തിന് വെന്തു എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് പൊട്ടറ്റോയൊക്കെ വെന്തിട്ടുണ്ട്. ഏതാണ്ട് ഇതൊരു 15 മിനിറ്റോളം എടുത്തു ഇതെല്ലാം ഒന്ന് പാകത്തിന്. കാരണം പൊട്ടറ്റോയുടെ വേവ് അനുസരിച്ചിരിക്കും. ചിലത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും,
ഇതിപ്പോൾ എനിക്കൊരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റോളം എടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മട്ടണാണ് എടുത്തിരുന്നത്. അത് 4 വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ സ്റ്റോക്കും കൂടെ ചേർത്ത് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മട്ടൺ വേവിച്ച സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. നമുക്കിപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഈ മട്ടണും അതിൻ്റെ സ്റ്റോക്കും ഈ പൊട്ടറ്റോയും ഗ്രേവി എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റോളം അതെല്ലാം ഒരുമിച്ച് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ അത് വേവിക്കാം. മട്ടൺ കറി എന്തായി നോക്കാം. എല്ലാം നല്ല പാകത്തിന് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് ഈ ടൈമിൽ ഇതിൽ അടുത്ത് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. ഞാനിവിടെ റെഡിമെയ്ഡ് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 5 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ്. അതാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് സാധാരണ തേങ്ങ ചിരകി തേങ്ങാപ്പാൽ 1-ാം പാലെടുത്ത് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ ആഡ് ചെയ്യണം. ഇതിനോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈര് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അധികം തിളയ്ക്കാനൊന്നും പാടില്ല. ഇത് തേങ്ങാപ്പാൽ ആഡ് ചെയ്തതല്ലേ. കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല ടേസ്റ്റി കറിയാണ്. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റി, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. കാരണം നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ഓയിൽ മസ്റ്റേർഡ് ഓയിലാണ്. മസാല ഒക്കെ ഇപ്പോൾ കുമിൻ സീഡ്സും ഫെനൽ സീഡ്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് ഇതിന്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കേരള മസാലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണിത്. തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഫൈനലായിട്ട് മല്ലിയില കുഞ്ഞായിട്ട് നുറുക്കിയതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി മട്ടൺ കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ആ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്കിനി ഈ കറി ഒരു സർവിങ് ഡിഷിലോട്ട് പകരം. അപ്പോൾ റെയിൽവേ മട്ടൺ കറിയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം, ഈ കറിയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.